പ്രഭു clear ഇല്ല. എനിക്ക് മാത്രമാണോ മറ്റുള്ളവർക്ക് കേൾക്കാവോ എന്ന് അറിയുന്നില്ല. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഹരേ കൃഷ്ണ. ഡിസ്റ്റർബൻസ് ഉണ്ട് മാതാജി, ആർക്കും കേൾക്കുന്നില്ല. കേൾക്കാം മാതാജി. ഇപ്പൊ കേൾക്കാമെന്ന് ചോദിച്ചാൽ കേട്ടു. എന്താ മാതാജി പറഞ്ഞു? കേൾക്കുന്നുണ്ട്. ഇപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഉണ്ട്, ചെറുതായിട്ടുണ്ട്. ക്ലിയർ പ്രഭു അല്ല. വീഡിയോ ഓഫ് ചെയ്തിട്ട് എടുത്തു നോക്കണം പ്രഭു. വീഡിയോ ഓഫ് ചെയ്തിട്ടോ? അതെ പ്രഭു, അതെ അതെ. ഇപ്പോഴോ? കേൾക്കാം പ്രഭു. എനിക്ക് തോന്നുന്നു ആ ഹെഡ്സെറ്റിന്റെ എന്തോ ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്നു. മൈക്ക് സെറ്റിംഗ് ഇല്ല. അതെ പ്രഭു. ഞാൻ ഒന്നുകൂടെ ഔട്ടായിട്ട് ചെയ്തു. ഓക്കെ. ഇല്ല, അരമണിക്കൂറുണ്ട്. ഇത് കഴിഞ്ഞില്ല, ക്ലാസ് ഉണ്ട്. जय गोपी जन वल्लभ जय गिरिवराधि जय राधाई यशोदनन्दन यशोदनन्दन यमुना वरदा ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല പ്രഭു.
ഞാൻ ചൊല്ലട്ടെ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ന വേദ കശ്ചിത് ഭഗവൻ ചികീർഷിതം തവേഹ മാനസ്യ നൃണാം വിഡംബനം. ന യസ്യ കശ്ചിത് ദൈതോ അസ്തി കർഹിചിത് ദേഷ്യച്ഛയസ്മിൻ വിഷമാമതർനൃണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. മാജി അതിന്റെ ട്രാൻസ്ലേഷനും പർപ്പട്ടും കൂടെ വായിക്കോ? വിവർത്തനോ ഭാവാർത്ഥോ? വിവർത്തനം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലുള്ള അതീന്ദ്രിയ ലീലകൾ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആകയാൽ അവ വഴിതെറ്റിക്കുന്നവയാകുന്നു. അങ്ങേക്ക് സവിശേഷ പ്രീതി ഉളവാക്കുന്ന യാതൊരു വസ്തുവും ഇല്ലെന്ന് മാത്രമല്ല, അങ്ങേക്ക് അസൂയ ഉളവാക്കുന്ന യാതൊരു പൊരുളുമില്ല. പക്ഷേ ജനങ്ങൾ അങ്ങ് പക്ഷഭേദക്കാരനെന്ന് സങ്കല്പിക്കുന്നു. ഭാവാർത്ഥം. പതിതാത്മാക്കൾക്ക് മേൽ ഭഗവത് കൃപ തുല്യമായി വിതരണം ചെയ്തിരിക്കുന്നു. ഭഗവാന് സവിശേഷ വൈരമുള്ളവരായി ആരും തന്നെ ഇല്ല. പരമദിവ്യോത്തമ പുരുഷനെ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്ന സങ്കല്പനം വഴിതെറ്റിക്കുന്നതാകുന്നു. മനുഷ്യരുടേതിന് സമാനമായി ഭഗവാന്റെ ലീലകൾ കാണപ്പെടുന്നുവെങ്കിലും അവ യഥാർത്ഥത്തിൽ ഭൗതിക മാലിന്യങ്ങളുടെ യാതൊരു കലർപ്പുമില്ലാത്ത അതീന്ദ്രിയ ലീലകളാകുന്നു. അദ്ദേഹത്തിന്റെ ഭക്തരോട് ഭഗവാൻ നിസ്സന്ദേഹം മമത കാട്ടുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ സൂര്യൻ എത്രത്തോളം ആരോടും ഒരിക്കലും പക്ഷപാതം കാട്ടുന്നില്ലയോ, അതേപോലെ ഭഗവാനും ഒരിക്കലും പക്ഷപാതവാദിയല്ല. സൂര്യരശ്മികളെ ഫലപ്രദമായി വിനിയോഗിക്കയാൽ കല്ലുകൾ പോലും പലപ്പോഴും മൂല്യമുള്ളവയായിത്തീരുന്നു. അതേസമയം വേണ്ടുവോളം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ തന്നെയും ഒരു അന്ധന് സൂര്യനെ ദർശിക്കുവാൻ സാധ്യമല്ല. അന്ധകാരവും പ്രകാശവും വിപരീത സംപ്രത്യയങ്ങളാണ്. ഇത് സൂര്യൻ പ്രകാശം പരത്തുന്നതിൽ പക്ഷപാതം കാട്ടുന്നു എന്നർത്ഥമാക്കുന്നില്ല. സൂര്യപ്രകാശം ഏവർക്കും സമമായി വിന്യസിക്കപ്പെടുന്നു. എന്നാൽ അത് സംഭരിക്കപ്പെടുന്നവയുടെ ഗ്രഹണശക്തിക്ക് അന്തരമുണ്ട്. ഭഗവാന്റെ സവിശേഷമായ മമത പ്രാപ്തമാക്കാനുള്ള വ്യാജസ്തുതിയാണ് ഭക്തിയുത സേവനമെന്ന് മൂഢന്മാർ വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുത സേവനത്തിൽ വ്യാപൃതരായ ശുദ്ധഭക്തർ കച്ചവട സമൂഹത്തിൽ ഉൾപ്പെടുന്നവരല്ല. വാണിജ്യശാലകൾ സേവനങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് എന്തെങ്കിലും മൂല്യത്തിന് പകരമായിട്ടാണ്. ശുദ്ധഭക്തരുടെ സേവന സമർപ്പണം അത്തരം കൈമാറ്റമല്ല. ആകയാൽ സമ്പൂർണ്ണ ഭഗവത് കൃപയും അവയിൽ ചൊരിയപ്പെടുന്നു. എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടെ പീഡിതരും ആവശ്യക്കാരും ജിജ്ഞാസുക്കളും ചിന്തകന്മാരും ഭഗവാനുമായി താൽക്കാലിക ബന്ധം സ്ഥാപിക്കുന്നു. ഉദ്ദേശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭഗവാനുമായി യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. പീഡിതനായ ഒരാൾ ഈശ്വരവിശ്വാസിയെങ്കിൽ രോഗശമനത്തിനായി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അധികം പേരും രോഗവിമുക്തരായ ഉടൻ ഭഗവാനുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധം നിലനിർത്തുന്നതിൽ യാതൊരു ശ്രദ്ധയും കാട്ടുന്നില്ല. ഭഗവത് കൃപ അയാൾക്കായി വിവൃതമാക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ തന്നെയും അത് സ്വീകരിക്കുന്നതിന് അയാൾ വിമുഖത കാട്ടുന്നു. ഒരു മിശ്രഭക്തനും ശുദ്ധഭക്തനും തമ്മിലുള്ള അന്തരമാണിത്. ഭഗവത് സേവനത്തിന് പൂർണ്ണമായും എതിരായവർ കടും അന്ധകാരത്തിലാണെന്ന് പരിഗണിക്കപ്പെടുന്നു. ആവശ്യമായ സമയത്ത് അഥവാ ആപത്തുകളിൽ മാത്രം ഭഗവത് കാരുണ്യം കാക്ഷിക്കുന്നവർ ഭഗവത് കൃപയുടെ ഭാഗിക സ്വീകർത്താക്കളാകുന്നു. എന്നാൽ 100% ഭഗവത് സേവനത്തിൽ നിരതരായവർ സമ്പൂർണ്ണ ഭഗവത് കൃപയുടെ സ്വീകർത്താക്കളാണ്. ഭഗവത് കൃപ സ്വീകരിക്കുന്ന അത്തരം പക്ഷപാത സ്വീകർത്താവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലാതെ
സർവകാരുണ്യവാനായ ഭഗവാന്റെ പക്ഷപാതമല്ല അതിന് നിദാനം. ഈ ഭൗതിക ലോകത്തിൽ ഭഗവാൻ അദ്ദേഹത്തിന്റെ കൃപയാൽ അവതരിച്ചപ്പോൾ അദ്ദേഹം മനുഷ്യരെ പോലെ അഭിനയിക്കയാൽ അദ്ദേഹത്തിന്റെ ഭക്തരോട് മാത്രം ഉള്ളവനായി കാണപ്പെട്ടു. എന്നാൽ പരമാർത്ഥം അതല്ല. അഭിവ്യക്തമായ അത്തരം പക്ഷപാത പ്രകടനമുണ്ടെങ്കിൽ തന്നെ എന്നെയും അദ്ദേഹത്തിന്റെ കൃപ തുല്യമായ സേവനം ചെയ്യുന്നു. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ഭഗവത് സാന്നിധ്യത്തിൽ മരണപ്പെട്ടവർക്കൊക്കെ ആവശ്യമായ യോഗ്യത ഇല്ലായിരുന്നിട്ട് കൂടി മോക്ഷം പ്രാപ്തമായി. എന്തെന്നാൽ ഭഗവത് സാന്നിധ്യത്തിലുള്ള മരണം ഒരാളെ എല്ലാ പാപപ്രവർത്തനങ്ങളിൽ നിന്നും പരിശുദ്ധമാക്കി തീർക്കുന്നു. ആകയാൽ മരണപ്പെടുന്നവന് അതീന്ദ്രിയ ധാമത്തിൽ സ്ഥാനം ലഭിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സൂര്യപ്രകാശത്തിൽ വിവൃതനാകുന്നുവെങ്കിൽ അയാൾക്ക് ആവശ്യമായ ചൂട് സൂര്യരശ്മി മുഖേന ലഭ്യമാവുക തന്നെ ചെയ്യുന്നു. ആകയാൽ ഭഗവാൻ ഒരിക്കലും പക്ഷപാതിയല്ലെന്നാണ് നിർണയം. ഭഗവാൻ പക്ഷപാതി ആണെന്ന് സാമാന്യ ജനങ്ങൾ കരുതുന്നത് തെറ്റാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. പ്രഭു ഗംഗനാഥ് പ്രഭു സംസാരിക്കാൻ പറ്റുമോ നോക്കാവോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ മാതാജി? ഇപ്പൊ വലിയ പ്രശ്നമില്ലാതെ കേൾക്കുന്നുണ്ട് പ്രഭു. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, എന്നാലും ഓക്കെ പ്രഭു. 26ാമത്തെ ശ്ലോകം മുതൽ 30ാമത്തെ ശ്ലോകത്തില് ആണ് പ്രേയറിന്റെ യഥാർത്ഥമായ ആ ഒരു ഫീലിങ്സ് ഉള്ളത്. അതായത് നമ്മള് ജന്മമായിട്ട് കിട്ടുന്ന ഐശ്വര്യവും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ നമ്മളുടെ സൗന്ദര്യം ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ ഭഗവാന്റെ കൃപ കിട്ടാനുണ്ട്. അപ്പൊ ശരിക്കും സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഭഗവാൻ അപ്പൊ അങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഭഗവാനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടുപേർക്കും രണ്ട് മൂഡാണ് വരുന്നത്. അപ്പൊ ഐശ്വര്യപരമായ രീതിയില് എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കണം എന്നുള്ള ഇത് അല്ല, അങ്ങനെ ഒരു മൂഡ് വരുന്നുണ്ടെങ്കിൽ ഭഗവാനെ കൃപ കിട്ടാൻ തയ്യാറാണ്. എന്നാൽ സഫറിംഗ് ചെയ്യുന്ന ഒരാള് അറ്റ്ലീസ്റ്റ് ആ സഫറിംഗ് സമയത്തെങ്കിലും ഭഗവാനെ സ്മരിക്കാറ്. ആ സ്മരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കൃപ കിട്ടാനുള്ള യോഗ്യത. അപ്പൊ ഭഗവാനെ നമുക്ക് പ്രാപ്തമാക്കാനുള്ള യോഗ്യത നിർണയിക്കുന്നത് നമ്മുടെ ഐശ്വര്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോവർട്ടി അതല്ലെങ്കിൽ നമ്മുടെ ദീനം കൊണ്ടോ അല്ല എന്നുള്ള കാര്യം പറയാൻ. കൃഷ്ണ എന്താണ് ആഗ്രഹിക്കുന്നത്? കൃഷ്ണ is always like his devotee that they should remember him in all things. കൃഷ്ണന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ ആ ഭഗവാന്റെ കൃപ കിട്ടാനുള്ള യോഗ്യത നമുക്ക്. ഭഗവാൻ ഭഗവത്ഗീതയില് 12:2 പറയുന്നുണ്ട്, 12:20 ഏതു ധർമാമൃതമിതം യഥോക്തം പര്യുപാസതേ
ശ്രദ്ധദാനാമത്പരമാ. The who follows is imperishable part of devotional service, completely engaged in devotional service to me with full faith and love of God again. They make me the supreme of their life. അതായത് ഞാനിപ്പോ നിർദ്ദേശിച്ചിട്ടുള്ള സനാതനമായിട്ടുള്ള ഭക്തിയുടെ സേവനം ചെയ്യുന്നത് ആരാണ്? എന്നെ പൂർണ്ണമായ വിശ്വാസത്തോടെ ചെയ്യുന്നത് ആരാണ്? എന്നെ പരിപൂർണ പുരുഷോത്തമനായിട്ട് കരുതുന്നവരാരാണ്? അവരാണ് 12ാം അധ്യായത്തിന്റെ രത്ന ചുരുക്കമാണ്. So, devotional service is not fixing എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡിവോഷണൽ സർവീസ് അല്ലെങ്കിൽ ഭക്തിയുടെ സേവനം എങ്ങനെ ചെയ്യണം? അനുശീലനം ഭക്തി. അതായത് നമ്മളുടെ ഭക്തിയുടെ സാമർത്ഥ്യത്തിൽ ലോകത്തിന്റെ അവസാന ഡയലോഗ് അനുശീലനം ഭക്തി. ഉത്തമഭക്തി എങ്ങനെയാണ് കിട്ടുന്നത്? പരമ്പരയായിട്ടുള്ള ആചാര്യന്മാരെ പിന്തുടരും. അവരെ പിന്തുടരുമെങ്കിൽ മാത്രമേ, അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയുടെ സേവനത്തിന് മുന്നോട്ട് പോകാം. എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം പടിപടിയായിട്ട്. കാരണം നമ്മൾ പിന്തുടരുന്നത് വൈദിക ഭക്തിയാണ്. വൈദിക ഭക്തിയിലൂടെ നമ്മൾ സാധന ഭക്തി സാധനയുണ്ട്. അങ്ങനെ ഭഗവാനെ പ്രാപ്തമാക്കാനുണ്ട്. ഭക്തശിരോമണി ശ്രീ പ്രഹ്ലാദ് മഹാരാജ് നമുക്ക് നിർദ്ദേശിച്ച ഭക്തിയുടെ സേവനം നവവിധ ഭക്തിയുടെ സേവനം പിന്തുടരുന്നു. ഇവിടെ പരമപുരുഷോത്തമന്റെ നമ്മളിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാല് പൂർണ്ണമായിട്ട് അദ്ദേഹത്തിനെ ആശ്രയിക്കുക, മറ്റാരെയും ആശ്രയിക്കുക. പരമപുരുഷോത്തമന്റെ ആശ്രയിക്കുക. ഭഗവത്ഗീതയുടെ 18ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നു. ഇതേ ശ്ലോകത്തിൽ തന്നെ, അതായത് 12ലെ 20ാമത്തെ ശ്ലോകത്തിൽ തുല്യമായ അർത്ഥമുള്ള ഒരു ശ്ലോകമാണ്. ഭഗവാൻ പറയുന്നു, എല്ലാ ധർമ്മത്തെയും, അർജുനോട് പറയുന്നു, എല്ലാ ധർമ്മത്തെയും എന്നെ മാത്രം തരണം, ഞാൻ എന്റെ എല്ലാ പാപങ്ങളെയും. അപ്പൊ ഇവിടെ ആശ്രയം, ശരണാഗതി എന്നുള്ളതാണ് മുഖ്യമായ വിഷയം. അതായത് ശുദ്ധമായ ഭക്തിയുടെ സേവനം എന്ന് വെച്ചാല് സദാസമയവും ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. അതായത് ഭഗവത് പാദങ്ങളിലുള്ള ഒരു ഭക്തന്റെ ശരണാഗതിയുടെ മൂല്യം എത്രയാണോ അതായിരിക്കും ആ ഭക്തി. അതായത് ഭഗവാനോടുള്ള സ്പോണ്ടേനിയസ് ലവ്, ഭഗവാനോടുള്ള അഹൈതവമായ പ്രേമം എപ്പോഴാണ് ഉടലെടുക്കുന്നത്? ഭഗവത് പാദങ്ങളിലേക്കുള്ള ആശ്രയത്തിന് അനുസരിച്ചാണ് ആ പ്രേമം. അപ്പൊ ആശ്രയത്തിന്റെ
ആദിപാഠം എന്ന് പറഞ്ഞാല് ശ്രവണം, കീർത്തനം. ഇവിടെ ശ്രവണം എങ്ങനെയായിരിക്കണം? ഭക്തസംഘത്തിൽ ഇരുന്നു കൊണ്ട് ശ്രവിക്കണം. കീർത്തനമോ നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യം. എങ്ങനെ കീർത്തനം കൊണ്ട് നമുക്ക് സ്വയം ഭഗവാനെ പ്രാപ്തി ഉണ്ടാവുന്നതാണ്? ഭഗവാൻ പരമപുരുഷോത്തമനാണ്, പവിത്രം പരമം. ഭഗവാൻ പൂർണ്ണ ശുദ്ധവാനാണ്. ഭഗവാന്റെ നാമം ഭഗവാനും പൂർണ്ണ ശുദ്ധതയാണ്. അപ്പൊ അവിടത്തേക്ക് നമ്മൾ അടുക്കണമെങ്കിൽ മനസ്സും എല്ലാം ആ ശുദ്ധീകരണ പ്രക്രിയയാണ് കീർത്തനം കൊണ്ട്. ശ്രവണം എന്ന് വെച്ചാല് ഭക്തരുടെ സംഘത്തിൽ കൂടെ ഇരുന്ന് കേൾക്കണം. ഭക്തരുടെ സംഘത്തിൽ കൂടെ ഇരുന്ന് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കർണത്തിൽ കൂടെ, കർണപുരത്തിൽ കൂടെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ നാമജപം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ തന്നെയാണ് അതിനെ അടിച്ചു വാരി പുറത്തേക്ക് കളയുന്നത്. എല്ലാം മാറി. അങ്ങനെയാ എത്രമാത്രം നമ്മൾ ശരണാഗതിയോടെ നാമം ചെല്ലുന്നു, അത്രമാത്രം ഭഗവാൻ നമ്മളെ ശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയും വളരെ സ്പീഡിലാണ്. അപ്പൊ അങ്ങനെ ശരണാഗതിയിൽ കൂടെ ഭഗവാനോടുള്ള സ്പോണ്ടേനിയസ് ലവ് മുളച്ചു വരും. ആ ഭക്തിലതാ ബീജം നമ്മുടെ ഉള്ളില് മുളയ്ക്കാൻ തുടങ്ങും. എപ്പോഴാണ് സംഭവിക്കുന്നത്? ഭക്തസംഘത്തിൽ, സാധുസംഘത്തിൽ. ഇത് നമ്മുടെ ഒരു ദിവസത്തില് എത്രമാത്രം സമയം നമുക്ക് സാധിക്കാൻ പറ്റുന്നു, അത്രമാത്രം നമ്മുടെ ഭക്തിയും വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, അതായത് നമ്മളിലുള്ള ഭക്തിയുടെ തോത് വികസിക്കുന്നത് നമ്മളിലുള്ള അനർത്ഥങ്ങൾ അല്ലെങ്കിൽ ആ മാലിന്യങ്ങളുടെ നിർവൃതിയിലനുസരിച്ച്. അപ്പൊ അനർത്ഥം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് അനർത്ഥമുണ്ടാകുന്നത്, അല്ലെ? The result of karma is making anartha, and karma is emanate from our beliefs. അതായത് കർമ്മ എങ്ങനെയാ ഉണ്ടാകുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളാൽ കർമ്മം ഉണ്ടാകും. അപ്പൊ ആഗ്രഹങ്ങൾ എന്തുകൊണ്ടാവും ഉണ്ടാകുന്നത്? ബന്ധനത്താൽ ഉണ്ടാവും. ബന്ധനമോ ഭഗവാനിൽ നിന്നുള്ള മറവി കൊണ്ട്, ഭഗവാനെ നമ്മളെ മറന്നത് കൊണ്ട് ബന്ധനമുണ്ട്. അപ്പൊ ഭഗവാന്റെ മറവി കാരണം ബന്ധനം എങ്ങനെ ഉണ്ടാകുന്നു? കാരണം ബന്ധനം എന്ന് വെച്ചാല് ഭൗതികമായ ബന്ധനം, അതല്ലെങ്കിൽ ജഡാനന്ദം, നമ്മള് ഭൗതികമായി ആസ്വദിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ബന്ധനം. അപ്പൊ എല്ലാത്തിനെയും തായ്വേരെന്തുവാണ്? നമ്മൾ സ്വയം ആസ്വദിക്കാൻ ആഗ്രഹമാണ്. അപ്പൊ ഈ അനർത്ഥങ്ങൾ നമ്മൾ നാമം ചൊല്ലി മായ്ച്ചു കളയുമ്പോൾ തന്നെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുവാകും? ഗജസ്നാനം പോലായി. രാവിലെ ഇരുന്ന് നാമം ചെയ്യുന്നത് വീണ്ടും ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുക.
നമ്മുടെ ഉള്ളിൽ കൃഷ്ണഭക്തി ഉണ്ട്, അത് ഗവൺമെന്റ് സിറ്റുവേഷനാണ്, ഉറങ്ങിക്കിടക്കുന്നത്. നമ്മുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാന് നിത്യ ദാസൻ എന്നുള്ളതാണ് നമ്മുടെ സ്വരൂപം. അത് കർമ്മഫലങ്ങളാൽ കൂടിക്കിടക്കും. അപ്പൊ ആ കർമ്മഫലങ്ങളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ അനർത്ഥങ്ങളെ ഒഴിവാക്കുകയാണ് ഭക്തിയുടെ സേവനം കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ശുദ്ധീകരണം കൊണ്ട് നമ്മുടെ സ്വരൂപം വ്യക്തമാവും. നമ്മുടെ സ്വരൂപം എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപമാണ്. ആ സ്വരൂപത്തിൽ വരണമെങ്കിൽ മാത്രമേ ഭഗവാനിലേക്കുള്ള ഭക്തിയുടെ സേവനം യഥാർത്ഥം അവിടെ പറ്റുന്നത്. അപ്പൊ യഥാർത്ഥം നമ്മുടെ ഭക്തിയുടെ സേവനം തുടങ്ങുന്നത് എപ്പോഴാണ്? പരമ്പരയായിട്ടുള്ള നമ്മുടെ ആചാര്യന്റെ പാത പിന്തുടർന്നിട്ട് നമ്മുടെ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് എപ്പോഴാണോ ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്ത അന്ന് മുതലാണ് യഥാർത്ഥമായത്. കാരണം അപ്പോഴാണ് ഭഗവാൻ കണക്ട് ദീക്ഷ ജോയിൻ. അതുവരെ നമ്മൾ ഭഗവാനുമായിട്ട് കണക്ട് അല്ല. കാരണം നമ്മൾ നാമം മൂലം നാമം ചെയ്തിട്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്നാണോ നമ്മുടെ ഗുരു നമ്മുടെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് അന്ന് മുതൽ നമ്മുടെ യഥാർത്ഥമായ നമ്മുടെ ഭക്തി സേവനം യഥാർത്ഥത്തിൽ ഗുരുവിൽ കൂടി ഭഗവത് പാദങ്ങളിൽ എത്തുന്നത് ആ നിമിഷമാണ്, അതിനു മുമ്പില്ല. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഭക്തി സേവനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഗുരുവിന്റെ ആശ്രയത്വത്തിന് നമ്മൾ തയ്യാറാക്കിയാൽ വേണം. അടുത്തത് പറയാനുള്ളത് എപ്പോഴാണോ നമ്മള് ഭക്തിത്വ സേവനം കൊണ്ട് ഈ മൂടിപ്പെട്ട് കിടക്കുന്ന ജീവാത്മാവിനെ ഉണർത്തുന്നത്, ആ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള എല്ലാ സാമഗ്രികളും ഗുരുവാണ് നമുക്ക് തരുന്നത്. അതായത് സാധു, സംഘ, ശാസ്ത്ര, ഗുരു, ഇത് മൂന്നും കൂടാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഗുരു, സാധു, ശാസ്ത്ര എന്ന് പറഞ്ഞാൽ വെൽ എക്വിപ്ഡ് ഷിപ്പാണ്. അതിനകത്ത് കയറിയാൽ മാത്രം മതി. അത് എവിടത്തേക്കുള്ള കപ്പലാണ്? വൈകുണ്ഠത്തിലേക്കുള്ള കപ്പലാണ്. നമ്മൾ എപ്പോൾ ആ കപ്പലിൽ കയറുന്നത്? ഗുരുവിന്റെ ആജ്ഞപ്രകാരം ദീക്ഷ എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ കപ്പലിൽ. അതുകൊണ്ടാണ് അതിനെ ആ കപ്പലിനെ എന്ന് പറയുന്നത് വെൽ എക്വിപ്ഡ് ഷിപ്പാണ്. ഗുരു, സാധു, ശാസ്ത്രം എന്നുള്ള കംപ്ലീറ്റ് സാമഗ്രികൾ നിറച്ചുകൊണ്ടാണ് ആ ഷിപ്പ് പോകുന്നത്. ഇവിടെ അന്ന് മുതല് നമ്മളുടെ ഇന്ദ്രിയ പ്രീണനത്തിനുള്ള വാതില് അടയുക. നമ്മളെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കാതടയ്ക്കുക. അതിന്റെ വാതിലുകൾ നമ്മൾ അടയ്ക്കുക. നമ്മളിപ്പോ ഒരു വലിയ ഒച്ചപ്പാടുള്ള ഒരു തിയേറ്ററിലോ അല്ലെ വേറെ ഉണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് കാതൊന്ന് പൊട്ടി നോക്കി. കാരണം ആ സൗണ്ട് നമ്മുടെ കാതിൽ കൂടെ കയറില്ല. അപ്പൊ അങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനെയും നമുക്ക് അടയ്ക്കാൻ പറ്റിയാൽ ഗുരുവിന്റെ സഹായത്തോടെ പിന്നെ മായ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഭഗവാന്റെ സഹായത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അല്ലെ ഭഗവാന്റെ ആശ്രയത്തോടു കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അവിടെ ഭഗവാനാണ് നമ്മുടെ മാസ്റ്റർ. ആ ഭഗവാൻ നമ്മുടെ മാസ്റ്റർ ആയിക്കൊടുത്തതുകൊണ്ട് കാര്യം നമുക്ക് വലിയൊരു കാര്യം. നേരത്തെ ഒരു എക്സാമ്പിൾ വേണ്ട, റോഡ് ക്രോസ് ചെയ്ത് കിട്ടിയത്
ഇവിടെ ശരണാഗതി എന്ന് പറയുന്ന ആ ഒരു മാർഗം നമ്മൾ അവലംബിച്ചു കഴിയുമ്പോൾ നമ്മള് ഭഗവാന്റെ സംരക്ഷണ വലയത്തിലായെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ശരണാഗതിയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ട് ഉള്ളത്. ഇവിടെ കുന്തി മഹാറാണി നമ്മൾ നോക്കുമ്പോൾ, ഞാൻ ശരണാഗതി പറയാനായിട്ടുള്ള നേരത്തെ കാര്യം പറഞ്ഞത് ഈ ശ്ലോകത്തിന് കുന്തി മഹാറാണിയുടെ ശരണാഗതിയെ പറ്റിയാണ് നമ്മൾ ആലോചിച്ചത്. അതായത് ഭഗവാനെ പുകഴ്ത്താനുള്ള യോഗ്യത കുന്തി മഹാറാണിക്കുണ്ട്. എങ്ങനെ? കുന്തി മഹാറാണിയുടെ നെഫ്യാണ് ഭഗവാൻ എന്നുള്ള ആ ഒരു യോഗ്യത അല്ല ഇവിടെ. കുന്തി മഹാറാണി ഭഗവാന്റെ ഭക്തയാണെന്നുള്ള ക്വാളിഫിക്കേഷൻ, ഭഗവാനെ പ്രകീർത്തിക്കാൻ അല്ലെ ഭഗവാനെ ആയിട്ട് കുന്തി മഹാറാണിക്ക് നമ്മളത് മനസ്സിലാക്കണം. എങ്ങനെ? കുന്തി മഹാറാണി ഭഗവാനെ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഭക്തയാണെന്നുള്ള വിവരം ഒരു ആചാര്യനിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം. പുസ്തകം വായിച്ചിട്ടോ അല്ലെങ്കിൽ ഭാഗവതം വായിച്ചിട്ടോ അതിന് അടങ്ങിയിരിക്കുന്ന അന്തർലീനമായ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ ശരണാഗതിയാണ് അവിടെ മുഖ്യമായിട്ട്. ഇവിടെ നമ്മളെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ശരണാഗതി വളരെ പ്രധാനമാണ്. നമ്മുടെ ഗുരുവിലുള്ള പൂർണ്ണമായ ശരണാഗതി ആണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് പരമാത്മാവ് നമുക്ക് തരുന്ന ആ ബുദ്ധി കൊണ്ട് നമുക്കെല്ലാം മനസ്സിലാക്കാം. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായത്തില്, അതായത് 10-10 പറയുന്നുണ്ട് അതിനകത്ത് അപ്പൊ നമുക്ക് ഗുരു ജ്ഞാനം തന്നു. ആ ജ്ഞാനം കൊണ്ട് നമ്മള് പരമാത്മാവിന്റെ ആയിട്ട് താതാത്മ്യം പ്രാപിക്കാൻ നോക്കുകയാണ് അവിടെ ചെയ്യുന്ന ഭക്തി കൊണ്ട്. അപ്പൊ ഭഗവാന്റെ ആ പരമാത്മ രൂപത്തിൽ നിന്നും നമ്മളെ മറച്ചിരിക്കുന്ന കർട്ടൻ, യോഗമായയുടെ കർട്ടൻ മാറിയിട്ട് ഭഗവാനുമായിട്ട് നേരിട്ട് ഗുരുവിനുള്ള ആശ്രയത്തിൽ, അതായത് ശരണാഗതി കൂടെ മാത്രമേ അത് നമ്മുടെ ഇവിടെ ഐശ്വര്യം കൊണ്ട്, ജന്മനാ ഐശ്വര്യം കൊണ്ട് ഭഗവത് ഭക്തി ഉണ്ടാകാം. ഇപ്പൊ നമ്മള് ഇപ്പം കുറെ പുണ്യകർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലി നമ്മൾ ജന്മം എടുക്കുമെന്ന് ഭഗവാൻ പറയുന്നു. പക്ഷെ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ശരണാഗതിയുടെ കുറവ് കൊണ്ടാണ് നമ്മൾ അടുത്ത ജന്മം എടുക്കേണ്ടത്. നമുക്കെല്ലാം അറിയാം, പക്ഷെ എങ്കിലും ശരണാഗതി ഇല്ലാത്തതാണ് അടുത്ത ജന്മം. ആ ജന്മം നമുക്ക് ഭഗവത് ഭക്തി പുലർത്താനുള്ള സകല സൗകര്യങ്ങളും അനുഭവിക്കും. അപ്പോഴും നമ്മൾ ഭഗവാനെ ശരണാഗതി സാധിക്കില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ ഐശ്വര്യത്തിന് ഐശ്വര്യത്തിൽ പക്വത്തായിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാപിക്കാനുള്ള ആ മനസ്സ്. അപ്പൊ അങ്ങനെ ഭഗവാനെ പ്രാപിക്കാനുള്ള ക്വാളിഫിക്കേഷൻ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആ പൊസിഷൻ വെച്ചുകൊണ്ടാണ് ഭഗവാനെ സമീപിക്കുന്നതെങ്കിൽ ഭഗവാനുമായിട്ട് അകന്നു പോകുന്ന ഒരു പ്രവണതയായിരിക്കും ഉണ്ടാകുന്നത്. കാരണം ഒരിക്കലും ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ധനവാനിൽ നിന്ന് ധനമൊന്നും സ്വീകരിക്കാറില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാപേക്ഷ. അതായത് ഒരു ഇലയോ ഒരു പൂവോ അല്പം ജലമോ എനിക്ക് ഭക്തിപൂർവ്വം സമർപ്പിക്കുന്നവരുടെ കയ്യിൽ നിന്ന് മാത്രം ഞാൻ സ്വീകരിക്കുന്നു. കാരണം ഭഗവാന്റെ ആവശ്യമില്ല, സർവൈശ്വരനാണ്, ഐശ്വര്യം ഉള്ള ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ ഒത്തിരി ആവശ്യമില്ല. ആരാണോ ഭക്തിപൂർവ്വം എന്തെങ്കിലും അവർ ആ കഴിവ് സമർപ്പിക്കുകയാണെങ്കിൽ ഞാനത് വളരെ ഭഗവാൻ.
പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മൾ ഐശ്വര്യമുള്ളവരോട് കൊണ്ട് പറഞ്ഞു, ഇനി നമ്മൾ പ്രോവർട്ടി, അതായത് ദീനമായിട്ടുള്ളവരുടെ അവരുടെ ഭക്തിയോ, അവര് ഭഗവാനെ പ്രാർത്ഥിക്കും. ഭഗവാനെ പ്രാർത്ഥിച്ച് ദുഃഖത്തോടു കൂടി എന്റെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ആ പൊസിഷനിൽ വെച്ച് തന്നെ അവര് മെറ്റീരിയലായിട്ട്, അതായത് ഭൗതികമായിട്ടുള്ള ആങ്കറിങ് വ്യക്തിയാണെങ്കിൽ ഇതൊക്കെ അവരും ഡിസ്ക്വാളിഫിക്കാം ഭഗവാന്റെ. അപ്പൊ ഇവിടെ ഐശ്വര്യമുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പ്രോവർട്ടിയിലാണെങ്കിലോ ഭഗവാനെ കൂടുതൽ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഭഗവാനെ കൂടുതൽ അടുപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണമെങ്കിൽ അവിടെയും ആശ്രയമാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം നമ്മൾ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഫ്ലൈറ്റ് ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണ്. അവിടെ നാച്ചുറൽ ആയിട്ടുള്ള എയർ ടർബുലന്റ് വരുമ്പോൾ നമുക്ക് കേൾക്കാം, അതിനകത്തൊരു അനൗൺസ്മെന്റ് വരും. അതായത് മോശം പ്രകൃതിയുടെ കണ്ടീഷൻ, അതായത് കാറ്റിന്റെ ഗതിയിലുണ്ടാവുന്ന വ്യത്യാസം അനുസരിച്ച് വിമാനം ടർബുലന്റിലാണ്. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും ഒരു ക്രാഷ് പ്രതീക്ഷിക്കാമെന്നൊരു അനൗൺസ് വരികയാണ്. ഈ അനൗൺസ് കേട്ടോടുകൂടി തന്നെ നമ്മള് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൈകൂപ്പി ഭഗവാനെ ആശ്രയിക്കാൻ ഇല്ല. പക്ഷെ അതിനകത്ത് രണ്ട് കാര്യങ്ങൾ നടക്കാറുണ്ട്. അതായത് ഭീതി കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കും. മരണഭയം, മരണം തൊട്ട് മുമ്പിലുണ്ട്. ആ മരണഭയം ഓർത്തിട്ട് പ്രാർത്ഥിക്കും. ചിലരാണെങ്കിലോ ഭഗവാന്റെ നാമം യഥാക്രമം ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരത് മാറ്റുന്നില്ല. ഈ അനൗൺസ്മെന്റ് കേട്ടാൽ കൂടി ഭഗവാന്റെ നാമം അവർ മാറ്റുന്നില്ല, അവർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇത് കേട്ടിട്ടുണ്ട് പെട്ടെന്ന് ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണമെന്നൊന്നും അവര് പറയാനില്ല. കാരണം എന്താണെന്നറിയോ? ഒരു ജ്ഞാനി, ജ്ഞാനിയായ ഭക്തന് എല്ലാം അറിയാം, അല്ലെ? ഭഗവാൻ ആരാണെന്നും ഭഗവാൻ എന്താണെന്നും ഭഗവാനോട് നമ്മുടെ ബന്ധം എന്താണെന്നും എങ്ങനെയാണ് ഭഗവാനിലേക്ക് പോകണം അറിയാം. അപ്പൊ അദ്ദേഹം ധ്യാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം എന്താ, ഇവിടെ മരണം അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. കാരണം മരണസമയത്തെങ്കിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവിടുത്തെ. അപ്പൊ അത് ആ നാമം കണ്ടിന്യൂ ചെയ്തു. മറ്റേവരെന്ത് ചെയ്യാ ചെയ്യുന്നത്? ഭഗവാനെ ഈ പറയുന്ന ആപത്തിൽ ഞങ്ങളെ രക്ഷിക്കണേ. അപ്പൊ അവരുടെ ഉള്ളിൽ മരണഭയം. പക്ഷെ ഭഗവാൻ എന്തുവാ ചെയ്യുന്നത്? ആ പ്രാർത്ഥന കേൾക്കുമോ അതോ ശുദ്ധഭക്തന്റെ ചാറ്റിങ് കേൾക്കുമോ? ശുദ്ധഭക്തൻ അവിടെ ഒരേ ആളുണ്ടെങ്കിൽ പോലും ഭഗവാന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരും ആ ഫ്ലൈറ്റ് നിലനിർത്തും. അപ്പൊ ആ ശുദ്ധഭക്തനാൽ മറ്റുള്ളവർ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇവിടെ മറ്റൊന്ന് നമ്മൾ പറയാനുണ്ട്. മുമ്പിലുള്ള ശ്ലോകത്തിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഭഗവാനോട് അപ്പീൽ ചെയ്യുമ്പോൾ, ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണാഗതി പ്രാർത്ഥിക്കും. നമ്മൾ ഉത്തരം ചെയ്തതുപോലെ, അർജുനൻ ചെയ്തതുപോലെ പൂർണ്ണമായിട്ട് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ട് നമ്മൾ അപ്പീൽ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ അതിന് മുമ്പ് നമ്മുടെ എന്താ പറയുക, പാഞ്ചാലി വത്സരാശ്വതങ്ങൾ ഭഗവാനെ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഭഗവാൻ ആ സമയത്ത് തന്നെ അവിടെ എത്തി. വിജയേന്ദ്രൻ, പല ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അംബരീഷ് മഹാരാജ്, ഇവരെപ്പോലുള്ള ശുദ്ധഭക്തർ എന്തുകൊണ്ടാണ് ശരണാഗതി പൂർണ്ണമാണ്. ഇവിടെ കുന്തി മഹാറാണി പ്രാർത്ഥിക്കുന്ന എന്തുവാണ്? ഭഗവാനെ, ഞങ്ങളുടെ ദുഃഖത്തിൽ വരുമ്പോഴാണ് അങ്ങേ കൂടുതൽ സ്മരിക്കുന്നത്. അങ്ങയെ മറക്കാതിരിക്കാൻ ഞങ്ങൾ കൂടുതൽ ദുഃഖം തരും.
വലിയൊരു പ്രാർത്ഥന. ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക, എനിക്ക് ദുഃഖം തരണേ, കാരണം ദുഃഖത്തിന് എനിക്ക് അങ്ങേ കൂടുതൽ സ്മരിക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചോളം ബദ്ധരാണ്. ദുഃഖം വരുമ്പോൾ ഭഗവാനെ പ്രാർത്ഥിക്കുകയും സുഖം വരുമ്പോൾ ഭഗവാനെ പകുതി മറന്നു കളയും. മഹാപ്രസാദം ഭോഗം ചെയ്യുന്ന സമയത്ത്, രാത്രി വിളക്ക് കത്തിക്കുന്ന സമയത്ത്, രാവിലെ വിളക്ക് കത്തിക്കുന്ന സമയത്ത്, എന്താ പറയുന്നത്, ആരതി ചെയ്യുന്ന സമയത്തൊക്കെ ഭഗവാനുമായിട്ട് പൂർണ്ണ ശരണാഗതിയുണ്ട്. എങ്കിൽ ആ തെറ്റ് കഴിയുമ്പോൾ നിരന്തരം ഭഗവാനെ സ്മരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അങ്ങനെ പറ്റാൻ വേണ്ടിയാണ് ആചാര്യൻ നമ്മളോട് എന്ത് പറയുന്നത്? സത്സംഗത്തിലിരിക്കുക, അല്ലെ? എന്ത് ചെയ്താലും സത്സംഗത്തിലൂടെ ചെയ്യും. അതുകൊണ്ടാണ് ഗുരുമഹാരാജ് പറയുന്നത്, സത്സംഗം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ധാമത്തിൽ വസിക്കണം. ധാമത്തിൽ വസിക്കുമ്പോൾ സത്സംഗം പൂർണ്ണമായിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ വീട് ധാമമാണ്. എങ്ങനെ? നമ്മൾ സത്സംഗം തുടങ്ങിയിട്ട് ആ സത്സംഗത്തിൽ കൂടെ നമുക്ക് നമ്മുടെ വീട് തന്നെ വൃന്ദാവനം. അതായത് നമ്മൾ സത്സംഗത്തിൽ അല്ലാതെ നമ്മുടെ ഐശ്വര്യം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇവിടെ 2 എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഒരാള് സാധാരണയുള്ള ആഹാരം കഴിക്കും, ബിറ്റർ, ചില്ലി, മസാല, ഇതുപോലുള്ള ആഹാരം കഴിക്കും. അദ്ദേഹത്തിന്റെ കൂടെ ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ലഡു അല്ലെങ്കിൽ ഗുലാബ് ജാം വെക്കുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് അദ്ദേഹത്തിന് വേറെയാണ്. അതേസമയത്ത് ഒരാൾ എന്നും ലഡു കഴിക്കുന്ന ആളിന് ഒരു ഗുലാബ് ജാം വെച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അത് വലിയ വ്യത്യാസമാണ്. എന്ന് പറയുന്നത് പോലെ ഭഗവാനുമായിട്ട് സത്സംഗത്തിൽ കണ്ടിന്യൂസ് വരുന്ന സമയത്ത് ഇഷ്ട ദ്വേഷ്ട എന്നുള്ളത് ഒരു ദ്വന്ദ്വമേ അവിടെ വരുന്നില്ല. ഇഷ്ട എന്ന് പറഞ്ഞാൽ ഇച്ഛ അല്ലെങ്കിൽ ഇഷ്ടം, ദ്വേഷം അല്ലെങ്കിൽ അനിഷ്ടം എന്നുള്ള ദ്വന്ദ്വം അവിടെ വരും. ആ ദ്വന്ദ്വം വരാത്ത കാരണം നമ്മളെ സംബന്ധിച്ചോളം ഏത് പ്രകൃതിയായാലും നമ്മൾ ഭഗവാന്റെ ആശ്രിതർ എന്നുള്ള വിചാരമുണ്ട്. പക്ഷേ ഇവിടെയും ഭക്തിയില് നമുക്ക് മറഞ്ഞിരിക്കുന്ന തടസ്സങ്ങളുണ്ട്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയാം. ഒരു വലിയ ലാഡറാണ്. ആ ലാഡറില് നമുക്ക് ആദ്യം ഒരു 5 പടി കയറുന്ന ഒരു ഭയമായി. ഒരു 5 പടി കഴിഞ്ഞ് 10 പടി നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. കുഴപ്പമില്ല, നമുക്ക് കയറിപ്പോ. ഒരു 20ാമത്തെ പടിയിലെത്തി കഴിയുമ്പോൾ നമുക്ക് ഫുൾ കോൺഫിഡൻസ്, ഞാൻ ആ ലാഡറിൽ ഭയമില്ലാതെ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ഞാൻ ആ ലോഡറിൽ കയറിപ്പോയി. അതായത് ഓവർ കോൺഫിഡൻസ്. അതുകൊണ്ട് നമ്മൾ പ്രൈഡ് ആകും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രൈഡ് വന്നു എന്ന് പറയുന്ന പോലെ ഭക്തിയില് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കോൺഫിഡന്റ് ആകാം. ഓവർ കോൺഫിഡന്റ്, പ്രൈഡ്, ഇത് രണ്ടും പാടില്ല. എങ്ങനെ? മറ്റുള്ള ഭക്തരുമായിട്ട് ഇടപെടുന്ന സമയത്ത് താഴ്ന്ന ഭക്തരോട്, നമ്മളിൽ താഴ്ന്ന ഭക്തരോട് വളരെയധികം കാരുണ്യവാനായിരിക്കും. നമ്മുടെ സമമായിട്ടുള്ള ഭക്തരോട് നമ്മൾ എന്ത് ചെയ്യണം? സഹവർത്തിത്വം പുലർത്തണം. നമ്മൾ അവരുടെ ഫ്രണ്ട് ആയിരിക്കണം. എന്നാൽ നമ്മളിൽ ഉയർന്ന വൈഷ്ണവരോട് ബഹുമാന പുരസ്കരം അവരെ നമിക്കണം. അപ്പൊ ഈ ഒരു ലാഡറിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. ഇത് നമ്മളെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കുന്തി ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യശോദമയ്യ, ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. കുന്തിയും ഭക്തയാണ്, യശോദമയ്യ. കുന്തി മഹാറാണി ഭഗവാനെ കുറിച്ചെല്ലാം അറിയാം. ഭഗവാൻ ആരാണ്,
ഭഗവാന്റെ എന്തുവാണ്, ഭഗവാന്റെ ഐശ്വര്യം എന്തുമാണ്, ഭഗവാന്റെ മറ്റുള്ളവരുടെ കരുണ എന്താണ്, ഇതെല്ലാം കുന്തി മഹാറാണിക്ക്. അപ്പോ കുന്തി മഹാറാണി അതനുസരിച്ചാണ് ഭഗവാനുമായിട്ട് ഇടപെടുന്നത്, ഭഗവാനുള്ള ബന്ധം സ്ഥാപിക്കുന്നത്. അപ്പൊ അങ്ങനെ അതിനനുസരിച്ചുള്ള ഭഗവാനുള്ള ബന്ധം സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? സാധന വഴിയാണ്. അതായത് കുന്തി മഹാറാണിയെ സംബന്ധിച്ചുള്ള സാധന മുഖ്യമാണ്. അതായത് കുന്തി മഹാറാണി വേദത്തിൽ പറഞ്ഞിട്ടുള്ള വൈദിക ഭക്തിയിലാണ് കുന്തി മഹാറാണി മുന്നോട്ട് നീങ്ങുന്നത്. കുന്തി മഹാറാണി മുന്നോട്ട് നീങ്ങുമ്പോൾ ദാസ്യം എന്നുള്ള ഭാവത്തിലാണ് എന്നാൽ യശോദമയ്യയോ ഡയറക്ട്ലി സർവീസ്. കുന്തി മഹാറാണിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാല് ദാസ്യമായിട്ടുള്ള പൊസിഷൻ ആണെങ്കിൽ യശോദമയ്യയുടെ പൊസിഷൻ എന്തുവാണ്? വാത്സല്യമാണ്. യശോദമയ്യക്ക് ഒന്നും അറിയില്ല, ഭഗവാനാണോ ഒന്നുമല്ല, എന്റെ മോഹനാണ്, എന്റെ മനസ്സിൽ കണ്ണൻ, അവന്റെ പ്രീതിയാണ് എന്റെ ജീവിതം, അവന്റെ പ്രീതിയാണ്, അവന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം എന്നുള്ള നിലയിൽ ആണ് യശോദമയ്യ ചെയ്തത്. അപ്പൊ യശോദമയ്യ എന്തിനാന്ന് വരും? പാശ്ചാകരൻ, അതായത് നിത്യമായി ഭഗവാനുമായിട്ട് സഹവസിക്കുന്ന ആൾക്കാരെ. കുന്തി മഹാറാണി ആണെങ്കില് ഏതാണോ അവസരം വരുമ്പോൾ ഭഗവാനുമായിട്ട് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം വരുന്ന ആളാണ് കുന്തി മഹാറാണി. അർജുനൻ അതുപോലെ. പക്ഷേ ഗോപന്മാരും യശോദമയ്യയും ഒക്കെ നിത്യവാസികളാണ്. ഇവിടെ കുന്തി മഹാറാണിയെങ്കിൽ കുന്തി മഹാറാണിക്ക് ജ്ഞാനമുണ്ട് ഭഗവാനെ പറ്റി. ആ ജ്ഞാനത്താൽ വൈരാഗ്യമുണ്ട്. എന്തു ചെയ്യണം എന്തു ചെയ്യണ്ട എന്നുള്ള കുന്തി മഹാറാണിക്ക് ശരിക്കും അറിയാം. അപ്പൊ ആ രീതിയിലാണ് കുന്തി മഹാറാണി ഭഗവാനോട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ രണ്ടുപേരുടെയും ആക്ഷൻ അൺകണ്ടീഷണലി ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യും. അൺകണ്ടീഷണലി ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്നു രണ്ടുപേരുടെയും ആക്ഷൻ. രണ്ടുപേർക്കും ഭാവമുണ്ട്. ഒരാൾക്ക് ദാസ്യഭാവമാണെങ്കിൽ ഒരാൾക്ക് വാത്സല്യഭാവമുണ്ട്. കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയിൽ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് കുന്തി മഹാറാണി ഭഗവാനെ എപ്പോഴും ആശ്രയിക്കാനാണ്. അത് കുന്തി മഹാറാണി മാത്രമല്ല, പാണ്ഡവർ മൊത്തമായിട്ട് എന്ത് ചെയ്താലും എന്ത് ചെയ്തതിനും എല്ലാം ഭഗവാനെ ആശ്രയിച്ച് മാത്രമേ അവർ ചെയ്യൂ. അപ്പൊ പൂർണ്ണമായിട്ട് സറണ്ടറിങ്, അതായത് ശരണാഗതി പാണ്ഡവർക്കും അതുപോലെ കുന്തി മഹാറാണി അവരുടെ വിജയത്തിന് ഉള്ള മുഖ്യ കാരണവും അതായിരുന്നു. പക്ഷേ യശോദമയ്യ ആണെങ്കിലോ ഇതൊന്നും അറിയാതെ ഭഗവാനെ സ്പോണ്ടേനിയസ് ലവ്, സ്പോണ്ടേനിയസ് ലവിന്റെ മലയാളാർത്ഥം എന്താ പറയുന്നത്? അതായത് ഭഗവാന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ള ഭഗവാന്റെ പ്രീതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രേമം മാത്രം. പ്രീതി എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ള ആ ഒരു കണക്ഷൻ ഇതിനകത്തില്ല. ആനുകൂല്യേന കൃഷ്ണ അനുശീലനം, ഭഗവാനെ മാത്രം പ്രീതിപ്പെടുക, അല്ലെ ഭഗവാന്റെ ഇഷ്ടം മാത്രം നോക്കുക. അതാണ് സ്പോണ്ടേനിയസ് ലവ് എന്ന് പറയുന്നത്. അങ്ങനെ ഭക്തി മാർഗത്തില് രണ്ടു തരമുണ്ട്. ഭക്തി മാർഗം, ഒന്ന് വൈദിക ഭക്തി, വൈദിക സാധന ഭക്തി, ഒന്ന് രാഗാനുഗ ഭക്തി. രാഗാനുഗ ഭക്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്തി ഓൾറെഡി ഉണ്ട്.
ഭഗവാന്റെ ആശ്രിതത്തിലാണ് അവര്, ഭഗവാന്റെ സഹവാസിയാണ്. അതുകൊണ്ട് അവരെ രാധാരൂഢ ഭക്തി എന്ന് പറയും. എന്നാൽ ക്രമേണ പരിസ്ഥിതി കൊണ്ട് ഭഗവാനുമായിട്ട് അടുക്കാൻ ശ്രമിച്ചു ഭഗവാന്റെ പൂർണ്ണ ഭക്തയാകുന്നത് വൈദിക കാലത്ത്. അതാണ് നമ്മൾ എല്ലാ ഭക്തന്മാരും, ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ഭക്തന്മാരും പിന്തുടരുന്നത് ആ വൈദിക കാലത്ത്. കൂടാതെ കൃഷ്ണ accepts the prayers of his bhakta in complete surrendering mood. അതായത് ഏത് മൂഡിലാണ് പൂർണ്ണമായിട്ട് ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു മൂഡിലാണ് നമ്മുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഭഗവാൻ ശരി. യശോദമയ്യയുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെ ഗോപികമാരുടെ കാര്യത്തിലാണെങ്കിൽ, കൃഷ്ണനാണ് അവരെ സറണ്ടർ. അവരല്ല കൃഷ്ണന് സറണ്ടർ ആവുന്നത്. കൃഷ്ണൻ, അതായത് ഭക്ത പരാധീനാവുന്നതാണ് കൃഷ്ണൻ. അവിടെ ഭക്തരുടെ പരാധീനം, അവരിൽ കൃഷ്ണൻ സറണ്ടർ ആവുന്നത്. കാരണം ഒരിക്കലും ഭഗവാൻ അവരുടെ മുന്നില് ഭഗവാനാണെന്ന് കാണിച്ചിട്ടില്ല. അങ്ങനെ കാണിക്കാൻ അവസരം വന്നിട്ടുണ്ടെങ്കിലും അപ്പൊ തന്നെ യോഗമായ വീണിട്ട് ആ ഒരു അനുഭവം, അതായത് ഈ 14 ലോകവും ഭഗവാന്റെ വായ, അതായത് ഭഗവാൻ മണ്ണുണ്ട സമയത്ത് ഭഗവാന്റെ വാ തുറക്കുമ്പോൾ, യശോദമായി തുറക്കുമ്പോൾ 14 ലോകം അവർ ദർശിച്ചു, വൈകുണ്ഠം. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന യശോദമായി ഇരിക്കുന്ന ആ ഗോകുലം വരെ അതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അമ്മ സംഭ്രമിച്ചപ്പോഴത്തേക്ക് ഭഗവാൻ ആ കത്തനിട്ട് അത് മാറ്റി. അപ്പൊ ഭഗവാൻ അവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും യശോദമയ്യക്കോ ഗോപികമാർക്കോ ഭഗവാൻ ആരാണെന്നുള്ള കാര്യം മറക്കരുത്. എന്തുകൊണ്ടാണ്? ആ ടോട്ടൽ ലവ്, അൺകണ്ടീഷണൽ ലവ് ഭഗവാൻ ആസ്വദിക്കാനായിട്ട്. അതായത് ഭഗവാന് ഭയം എന്നൊന്നും ഇല്ല. കാരണം ഭയത്തിന്റെ മാസ്റ്ററാണ് ഭഗവാൻ. ഭയമാകുന്ന പേഴ്സണാലിറ്റി ഓഫ് യമാൻ, അദ്ദേഹവും ഭഗവാന് ഭയക്കുന്നു. ആ യമദേവർ പോലും ഭഗവാനെ ഭയക്കുന്നു. അത്രയുമായതിന്റെ ഭഗവാൻ എന്തുകൊണ്ടാണ് അവിടെ ആ ദാമോദര ലീല ആടിയ സമയത്ത് നിന്നെ ഞാൻ പിടിച്ചു കെട്ടുമെന്ന് പറയുമ്പോൾ ഭഗവാൻ എന്തുകൊണ്ടാ കരഞ്ഞത്? എന്തുകൊണ്ടാണ് ആ കണ്ണിലിരിക്കുന്ന കൺമഷി ആ കണ്ണിയിൽ ഊർന്നു വീണു? ആ കണ്ണിയിൽ ഉതിർന്നിട്ട് അവിടത്തേക്ക് ഒഴുകി വന്നു. ആ സുന്ദരത, ആ അങ്ങനെ തന്റെ ഭക്തരുടെ മുമ്പിൽ ഭഗവാൻ ആക്ട് ചെയ്യുന്നതെല്ലാം അവർക്ക് സ്നേഹം തിരിച്ചു, അവരെ ആനന്ദിപ്പിക്കാനാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് 2 ശ്ലോകമുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വരുന്നത്? ധർമ്മം പുനഃസ്ഥാപിക്കാനും ദുഷ്കൃതികളെ നശിപ്പിക്കാനും വേണ്ടി. വേറൊരു ലൈൻ കൂടെ ഉണ്ട്. എന്താണ് ഇത്? സാധുക്കളെ രക്ഷിക്കാൻ. പക്ഷെ ഭഗവാന്റെ കൃഷ്ണാവതാരം, അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് വന്നത് അവരുടെ ഭക്തരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. യഥാർത്ഥത്തിൽ അത് ഭക്തർക്ക് മാത്രമേ ഉണ്ടാവൂ. അവരുടെ ഭക്തരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഭക്തർക്ക് മനസ്സിലാവും. പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ചോളം അതൊരു സത്യാഗ്രഹം. ഇവിടെ പശ്ചാത്താപത്തിനെ പറ്റി പറയുന്നുണ്ട്, അല്ലേ? പശ്ചാത്തലം എന്ന് ഭഗവാൻ ഒരിക്കലും ശരിയാണ്. ഭഗവാൻ പൂർണ്ണ പുരുഷോത്തമൻ. അദ്ദേഹത്തിന് എല്ലാരും സമമാണ്. പക്ഷെ എങ്ങനെ സമമാവും? നമ്മുടെ കർമ്മം മൂലം നമ്മൾ അനുഭവിക്കുന്ന ദോഷം ഭഗവാനാലാണ് ഉണ്ടാകുന്നത് ധരിക്കുന്നവര് കുറച്ചു പേരുണ്ട്.
ചിലർ അത് മനസ്സിലാക്കി ദുഃഖങ്ങളെ സഹിക്കാൻ പഠിക്കും. അങ്ങനെ കുറച്ചു പേരുണ്ട്. തന്റെ ദുഃഖങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്ന ഭക്തന്മാർ. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുമ്പോഴ് സൂര്യൻ ഇതുപോലെയാണ് എല്ലാവരും. എന്നാൽ ഒരു മരത്തണലിൽ നിൽക്കുന്ന ഒരാൾക്ക് സൂര്യൻ, കാരണം അദ്ദേഹം വേറൊരു ആശ്രയമായി മരത്തിന്റെ തണലാണ് ആശ്രയിക്കുന്നത്. അത് ഭഗവാൻ അല്ല. അപ്പോ ഇവിടെ ഭഗവാന്റെ മേഴ്സിയായ ആ കാരുണ്യ കിരണം അക്സെപ്റ്റ് ചെയ്യണമെങ്കിലും അത് അബ്സോർബ് ചെയ്യണമെങ്കിലും ആരാണ് തീരുമാനിക്കുന്നത്? ജീവാത്മാവാണ്. ഭഗവാന്റെ മേഴ്സി പൂർണ്ണമായിട്ട് എല്ലായിടത്തും ഒരേപോലെയാണ് വിതറുന്നത്. ഇപ്പൊ മഴ പെയ്യുന്നു, നമ്മൾ വിട്ടുവിതറി. മഴ പെയ്യുന്നു, നമ്മൾ വിട്ടുവിതറിയപ്പോ ചിലത് പാറപ്പത്ത് വീണു, ചിലത് നല്ല നിലത്തിൽ വീണു, ചിലതാണെങ്കിൽ മരുഭൂമിയിൽ വീണു. മഴ പെയ്തു, മഴയും ഒരേപോലെ തന്നെയാണ് ഭഗവാൻ കൊടുക്കുന്നത്. മരുഭൂമിയിൽ കിടക്കുന്നത് കുറച്ച് മുളഞ്ഞ് കത്തിയിട്ട് നശിക്കുന്നു. പാറപ്പത്ത് വീഴുന്നത് മുളയ്ക്കാറില്ല. നല്ല ഭൂമിയിൽ വീണത് മുളച്ച് സസ്യമായി ഫലം കൊടുക്കും. അവിടെ എന്തുമാണ് ഭഗവാൻ അത് കാണിക്കുന്നത്? നമ്മൾ ആരുടെ ആശ്രയമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ അതീന്ദ്രിയവാദികളുടെ ആശ്രയമാണ് എടുത്തിരിക്കുന്നെങ്കിൽ നല്ല ഭൂമിയിൽ നമ്മളത് മുളയ്ക്കും. അതേസമയത്ത് നിരീശ്വരവാദികളിലാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ നമ്മൾ പാറയിൽ വീണ ഇതുപോലെ അത് നശിക്കും. അതുപോലെ തന്നെ നിരാകാരവാദികളുടെ ശരണമാണ് എടുത്തിരുന്നെങ്കിലോ കുറച്ച് പൊങ്ങി വരുന്നു അത് നശിക്കും. എന്തുകൊണ്ട് കുറച്ച് പൊങ്ങിയിട്ട് നശിച്ചു പോകും? കാരണം നിരാകാരവാദികൾക്ക് ആകാരമില്ല ഭഗവാന്. പക്ഷെ എത്ര നാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇപ്പൊ തന്നെ ഭാരതത്തില് എത്ര നിരാകാര സന്യാസികൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കുറച്ച് കഴിയുമ്പോൾ അവർക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. കാരണം ശൂന്യമായി ചിന്തിക്കുന്നതല്ലോ അതിൽ കൂടുതൽ പിടിപ്പിക്കാറുണ്ട്. അതായത് വേറൊരു കാര്യം നമ്മളിവിടെ പറയുകയാണെങ്കിൽ, കരുണ ലഭിക്കാൻ വേണ്ടി ഭഗവാനെ മുഖസ്തുതി പറയുകയാണെങ്കിൽ കരുണ ലഭിക്കുമെന്ന് പറയുന്നത് മൂഢത്വമാണ്. കാരണം ഭക്തർ കച്ചവടമായിട്ടുള്ള ആ ഒരു ഇച്ഛ വെക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ സ്തുതിക്കുമ്പോൾ എനിക്ക് നന്മ ലഭിക്കും എന്നുള്ള ഒരു വാഞ്ചയും ഭക്തർ വെക്കാനുണ്ട്. അന്യാഭിലാഷിത ശൂന്യം, ഒരു അഭിലാഷവും ഇല്ല. ജ്ഞാനകർമ്മ അനാവൃതം. എന്റെ ജ്ഞാനത്തിന്റെയും കർമ്മത്തിന്റെയും മൂടുപടം ഞാൻ ഭക്തിയിൽ കൊണ്ടുവരുന്നില്ല. അപ്പൊ ജ്ഞാനകർമാദി അനാവൃതം. അപ്പോ കേക്കാവോ? ഇപ്പൊ കേക്കാം പ്രഭു. ക്ലിയർ ഇല്ലായിരുന്നു. ഞാൻ കടയിൽ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കസ്റ്റമർ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്താണ്. അദ്ദേഹത്തോട് കാര്യം പറയാൻ. അപ്പോ ഭഗവാനെ ലഭിക്കാൻ അവസരം വരുമ്പോൾ തിരിച്ചു നിൽക്കുന്നവരുണ്ട്. അവര് ഏത് ഭാഗത്തേക്കാ പോകുന്നത്? അന്ധകാരത്തിലേക്കാ പോകുന്നത്. അതായത് അവര് പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് എന്റെ ദുഃഖമുണ്ട്, ഇപ്പൊ ദുഃഖിതരാണ്, അതല്ലെങ്കിൽ ജിജ്ഞാസുവാണ്, അതല്ലെങ്കിൽ ജ്ഞാനിയാണ്, അതല്ലെങ്കിൽ എന്താ പറയുന്നത്, 4 വിധം ഉണ്ടല്ലോ. ചിലര് ദുഃഖിത അതായത്
അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി. ഇങ്ങനെ 4 വിഭാഗത്തില് ജ്ഞാനിയാണ് മുന്നോട്ട് കുതിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഭഗവാനെ പറ്റി അറിഞ്ഞറിഞ്ഞ് വന്നതിന് ശേഷം ഭഗവാന്റെ ഐശ്വര്യം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ആ പരമസാക്ഷാത്കാരത്തെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങും. മറ്റുള്ള ദുഃഖിതരാണെങ്കിൽ എന്ത് ചെയ്യും? ആരാ ദുഃഖം തീരുമ്പോൾ പിന്നെ ഭഗവാനെ നോക്കാം. അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഭക്തിയുടെ സേവനത്തിലേക്ക് മുന്നോട്ട് പോകാവൂ. ബാക്കിയുള്ളവർ വിട്ടു. ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയില്ല, നമ്മുടെ സത്സംഗത്തില് കുറെ ആൾക്കാർ പുതിയ വരും. ചിലപ്പോൾ 10, 15, 20 ആൾക്കാരെ കൊണ്ടുവരും. അതിൽ 1-2 ആൾക്കാർ മാത്രമേ അതിൽ സ്ഥിരമായിട്ട് നിൽക്കും. കാരണം എന്താണ്? അവരെ സംബന്ധിച്ചോളം അവര് ദുഃഖിതരുമായിരുന്നു, എന്നാൽ ജിജ്ഞാസ കൂടിയായിരുന്നു. ഭഗവാനെ പറ്റി അറിയാനുള്ള വാഞ്ചിക്കും അതുപോലെ തന്റെ ദുഃഖം മാറ്റാനും കൂടിയാണ് അവർ വന്നത്. ലാസ്റ്റ് ദുഃഖം മാറിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇല്ല, ഭഗവാൻ ആള് വേറെയാണ്, അപ്പൊ ഭഗവാനെ എന്നുള്ള അറിയാനായിട്ട് ശാസ്ത്രങ്ങൾ പഠിച്ചു, ഗുരുവിനെ കിട്ടി. അങ്ങനെ അവർ ഭക്തിയുടെ സേവനം. എന്നാൽ ഭക്തിയുടെ സേവനം ചെയ്യുന്നവരോ അവരുടെ മുമ്പിൽ അന്ധകാരമല്ല, പ്രകാശമാനം. എന്തുകൊണ്ട് പ്രകാശമാനമാകുന്നത്? നാശയാമ്യാത്മ ഭാവസ്തു ജ്ഞാനദീപേന വാസ്തുത. അന്ധകാരത്തെ എന്റെ അറിവ് കൊണ്ട് നശിപ്പിക്കും. ഞാൻ ആരാണെന്ന് അറിയുന്നവൻ മുക്തി നേടും. ജന്മകർമ്മജമേ ദിവ്യം യോവേത്തി തത്വതഃ ദേഹം പുനർജന്മാൻ മാമേതി അർജുന. അതായത് എന്റെ കർമ്മവും എന്റെ ജനനവും എല്ലാം അറിയുന്നവൻ ഈ ഭൂലോകത്തിലേക്ക് അവൻ തിരിച്ചു വരില്ലെന്നാണ്. അങ്ങനെ ആവശ്യം മാത്രം വരുമ്പോൾ ഭഗവാനെ സ്മരിക്കുന്നവർ ഭാഗ്യമായി ഭഗവാന്റെ കാരുണ്യത്തെ തിരസ്കരിക്കും. ഭഗവാനോട് പ്രാർത്ഥിക്കും. ഭഗവാൻ കാരുണ്യം കൊടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് അവർ മുഖം തിരിഞ്ഞു. അപ്പൊ അവർക്ക് ആ തുച്ഛമായ കാരുണ്യം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ അവര് ഭാഗ്യമായ ഭഗവത് കാരുണ്യത്തിന്റെ സ്വീകർത്താക്കളാണ്. അത്രയും മാത്രമേ അവർ സ്വീകരിക്കുന്നു. എന്നാൽ ശുദ്ധഭക്തർക്കോ ഭഗവത് കാരുണ്യം അദ്ദേഹത്തിന്റെ നിരന്തര സ്മരണയാൽ കൂടെ തന്നെ. അവരൊരിക്കലും ഭഗവാനെ സ്മരിക്കുന്നില്ല. സ്മരണം എപ്പോഴുണ്ടോ ഭഗവാന്റെ കൃപയും കൂടെ തന്നെ ഉണ്ടാകും. എന്നാലും അവർ അത് കാക്ഷിക്കുന്നില്ല. എങ്ങനെ? ഭഗവാന്റെ കൃപയെ അവർ കാക്ഷിക്കുന്നില്ല. കാരണം അവർക്ക് ഭഗവാനെ മാത്രം പ്രീതിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിന് ഭഗവാൻ കൃപ ഉണ്ടാവുകയോ അല്ലാതിരിക്കുകയോ എങ്ങനെയെങ്കിലും ദുഃഖം വരികയോ, ഭഗവാന് പ്രാർത്ഥിക്കുന്നത് മൂലം എനിക്ക് ദുഃഖമാണ് തരുന്നെങ്കിൽ ആ ദുഃഖത്തിന് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കും, ഭഗവാനെ സേവിക്കും എന്നുള്ള ആൾക്കാരാണ് ശുദ്ധഭക്തർ. അവരെ സംബന്ധിച്ചുള്ള കൃപ ഒരു പ്രശ്നമേ അല്ല. അവർ കാക്ഷിക്കുന്നില്ല. കാരണം ഭഗവാന്റെ സന്തോഷത്തിന് മാത്രം ഊന്നൽ കൊടുക്കുന്നവരാണ് അവര്. അവരുടെ മുമ്പിൽ അവരുടെ പടിവാതിക്കൽ മുക്തി ഉണ്ടെങ്കിൽ പോലും അവരതിനെ തിരസ്കരിക്കുന്നു. ഭക്തി സാമസൂതില് നമ്മുടെ ഗുരുവായൂരിന്റെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു ഭക്തൻ, എന്ന പേരുണ്ടായിരുന്നു, ആരെങ്കിലും ഓർമ്മിക്കുന്നു പറയും. അപ്പൊ ആ ഭക്തൻ മുക്തിദായകൻ, അതായത് സമ്പത്ത്, ഐശ്വര്യം, മുക്തി ഇതെല്ലാം അദ്ദേഹത്തിന്റെ പടിവാതിക്കലുണ്ടെങ്കിലും അതിനെ തിരസ്കരിക്കുകയും ചെയ്യും. ഇവിടെ സ്വീകർത്താക്കളുടെ അസമത്വം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ചിലര് ഭാഗികമായി ഭഗവാന്റെ കൃപ ആസ്വദിക്കുന്നു, ചിലർ പൂർണ്ണമായിട്ട് ഭഗവാന്റെ കൃപ ആസ്വദിക്കുന്നു. ആ അസത്വം വരാൻ കാരണം എന്താണ്? അത് ഭഗവാന്റെ പക്ഷാഭേദമല്ല, അത് സ്വീകരിക്കുന്നതിനുള്ള ഉന്മേഷമാണ്, സ്വീകാര്യത. അതായത് സ്വീകർത്താവിന്റെ ഉന്മേഷമാണ് അങ്ങനെ ഒരു അസമത്വം തോന്നി. നേരത്തെ പറഞ്ഞ പോലെ സർവസമത്വം മഴ പെയ്യിക്കുന്നത് പോലെ, സർവർക്കും സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ ആണ് ഭഗവാന്റെ കൃപ. പക്ഷെ അത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ഓരോരുത്തരുടെയും ഭഗവാന്റെ കൃപ അവർക്ക് അനുകൂലമാണ്. അതായത്
ഭഗവത് സംരക്ഷണം ആ ശുദ്ധഭക്തൻ മൂലം വേറെ ആർക്കും എന്തുകൊണ്ടാണ്? ഭഗവാൻ അവരറിയാതെ തന്നെയാണ് അവർക്ക് സംരക്ഷണം ഉണ്ടാക്കുന്നത്. അവർക്ക് അറിയില്ല. ശുദ്ധഭക്തർക്ക് ഭഗവാൻ എന്തു ചെയ്യുന്നതെന്നും ഒന്നും അറിയില്ല. ഭഗവാനെ സേവിക്കണം. അവർ പോലും അറിയാതെ ഭഗവാൻ അവരെ സംരക്ഷിക്കും. കാരണം അവരുടെ മുകളിൽ ഒരു ദുഃഖത്തിന്റെ ഒരു നിഴൽ പോലും വരാൻ ഭഗവാൻ സമ്മതിക്കും. ഒരു നിഴൽ വന്ന് വീഴണമെങ്കിലേ അവർ അറിയുള്ളൂ, അയ്യോ എനിക്ക് ദുഃഖം വന്നു, അത് ഭഗവാന്റെ കരുണയാൽ തീർന്നു. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവിടെ സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ ആ ഭഗവാന്റെ കൃപ അവിടെ വന്ന് ആ ദുഃഖത്തിന്റെ കാരണം പോലും. ഇവിടെ ആ കരുണാമയ ഭഗവാനെ ഭക്തിയുടെ സേവനത്തിലൂടെ സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും അദ്ദേഹത്തെ സേവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കുന്തി മഹാറാണി നമുക്ക് തരുന്ന ആ പാഠം. ആ കുന്തി മഹാറാണിയുടെ പാഠം നമുക്ക് യഥാർത്ഥ രൂപത്തിൽ ഗ്രഹിക്കണമെങ്കിൽ ചില ഗുരുദേവിന്റെ കാരുണ്യം, ചില ഗുരുദേവിന്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ ഭഗവാൻ നമുക്ക് അനുകൂലമായി. അങ്ങനെ ഭഗവാനും ഗുരുവും കൂടിയാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നന്ദി. താങ്ക് യു പ്രഭുജി. ദണ്ഡവത് പ്രണാം. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്പം താമസിച്ചിൽ എല്ലാവരും ക്ഷമിക്കണം. എന്തെങ്കിലും സംശയം? ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭു. हरे कृष्णा प्रभु जी, प्रणाम, थैंक यू। ഹരേ കൃഷ്ണ പറയൂ. ഹരേ കൃഷ്ണ. പ്രഭു സാൻ മാതാജി, ഞാനൊരു അനൗൺസ്മെന്റ് ഒന്ന് പറഞ്ഞോട്ടെ. പ്രഭു, ഞാനൊരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ. ഹരേ കൃഷ്ണ കാര്യോ. ഗംഗാ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി പറയൂ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഡിയർ പ്രഭുസ് ആൻഡ് മാതാജീസ്, കൃഷ്ണ കൃപയാൽ നമ്മൾ ഓൺലൈൻ ശ്രീമദ് ഭാഗവതം ക്ലാസ് തുടങ്ങിയിട്ട് ഇന്നലത്തേക്ക് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഭഗവാന്റെ കൃപയാൽ. അപ്പോൾ ഇന്നലെ നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇസ്കോൺ ടെമ്പിൾ പ്രസിഡന്റ് ശ്രീമാൻ ജഗസാക്ഷി പ്രഭുവിന്റെ വണ്ടർഫുൾ ക്ലാസ് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി നാളെ മറ്റൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നു. ഹിസ് ഗ്രേസ് ദേവകി നന്ദൻ പ്രഭു. അദ്ദേഹം സിംഗപ്പൂരിൽ നിന്നുമാണ് നാളെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ഹിസ് ഹോൾനെസ് മഹാവിഷ്ണു ഗോസ്വാമി ഗുരുമഹാരാജിന്റെ പേഴ്സണൽ സെക്രട്ടറി ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനോഹരമായ മറ്റൊരു ക്ലാസ് നമുക്ക് നാളെ കേൾക്കാം. ദയവായി എല്ലാവരും നാളെ ആസ് യൂഷ്വൽ 8 മണിക്ക് തന്നെ വന്നു ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതേപോലെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസിന്റെ ഭാഗമായി നമ്മൾ ഭാഗവതം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭക്തജനങ്ങളെല്ലാം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഓൺലൈൻ ക്ലാസ് ആയിട്ട് തന്നെ പ്രഹ്ലാദ് സ്കൂൾ എന്ന് പറഞ്ഞ് പിള്ളേരുടെ പ്രോഗ്രാം കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടു. ആയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പിള്ളേരുടെ ഏജ് കാറ്റഗറിയെ 3ആയി തരംതിരിച്ച് ഹൈസ്കൂള്, UP സ്കൂള്, LP സ്കൂൾ എന്നിങ്ങനെ 3 കാറ്റഗറിയിൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു കാറ്റഗറി LP എന്നും 5 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന പിള്ളേർക്ക് UP കാറ്റഗറി എന്നും 8ാം ക്ലാസ് മുതൽ മേളിലോട്ടുള്ള ക്ലാസ്സുകൾക്ക് ഹൈസ്കൂൾ എന്നിങ്ങനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് നമ്മൾ 3 ടീച്ചർമാരെ ഭഗവാന്റെ കൃപയാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ദിവസമാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന്, ഹിസ് ഗ്രേസ് വംശീധാരി മോഹൻദാസ് പ്രഭു ഗൾഫ് കൺട്രിയിൽ നിന്നും നമ്മുടെ ഹൈസ്കൂൾ പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി സമയം നൽകി. അത് എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:45 മുതൽ
9 മണി വരെയുള്ള സമയമാണ് അദ്ദേഹം നൽകിയത്. കഴിഞ്ഞ 2 ആഴ്ചകളിൽ അത് നല്ല രീതിയിൽ മനോഹരമായി ആ ക്ലാസ് നടന്നു. എല്ലാ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുമുള്ള നമ്മുടെ പ്രോഗ്രാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 9 മണി വരെയാണ്. നല്ല ഒരു സീനിയർ വൈഷ്ണവനാണ് അതിൽ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ്സിൽ കയറിയ എല്ലാ പിള്ളേർക്കും വളരെ നല്ല അഭിപ്രായവും നല്ല എന്തൂസിയാസ്യമായിട്ട് അദ്ദേഹം ക്ലാസ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് എല്ലാ ഭക്തജനങ്ങൾ ദയവായി ഉപയോഗപ്പെടുത്തുന്ന വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റ് 2 പ്രോഗ്രാം LP സ്റ്റുഡൻസിനും UP സ്റ്റുഡൻസിനുമായി നമുക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. എല്ലാ ശനിയാഴ്ചയുമാണ് UP സ്റ്റുഡൻസിനുള്ള ക്ലാസ്. അത് നമ്മുടെ സീനിയർ വൈഷ്ണവനായ അതിചന്ദ്ര പ്രഭുവിൻ്റെ മകൾ ഗൗരപ്രിയ മാതാജിയാണ് ഈ ക്ലാസ് എടുക്കാൻ സന്തോഷമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:45 വരെയുള്ള സമയമാണ് മാതാജി നമുക്ക് സമയം നൽകിയിരിക്കുന്നത്. ദയവായി ആ കാറ്റഗറിയിൽ 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ആ ക്ലാസ്സിൽ കയറാം. തീർച്ചയായിട്ടും അതിന് ശേഷവും അതിന് മുമ്പുള്ള പിള്ളേർക്കും കയറാവുന്നതാണ്, കുഴപ്പമില്ല. എന്നാലും ഫോക്കസ് ഈ പിള്ളേർക്കുള്ള ക്ലാസ് ആയിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. അത് എല്ലാ ശനിയാഴ്ചയും 6 മണി മുതൽ 6:45 വരെയുള്ള സമയമാണെന്ന് ദയവായി നോട്ട് ചെയ്താലും. അതേപോലെ മറ്റൊരു ക്ലാസ് നമ്മൾ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നത് LP സ്റ്റുഡൻസിനുള്ള ക്ലാസ് ആണ്. അത് നമുക്ക് ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് 4ാം ക്ലാസ് മുതൽ താഴോട്ടുള്ള ക്ലാസ് ആണത്. അതിനു വേണ്ടി ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഹിസ് ഗ്രേസ് സുഹൃത് ഗോപാൽ പ്രഭുവിൻ്റെ വൈഫ് ഹെർ ഗ്രേസ് രാസലീല മാതാജിയാണ് ഈ പിള്ളേരുടെ ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി മാതാജി സമയം തന്നിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരം 6 മുതൽ 6:45 വരെയുള്ള സമയമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 3 ക്ലാസ്സുകളും നമുക്ക് തുടങ്ങാം. അത് തീർച്ചയായിട്ടും പിള്ളേരുടെ പ്രോഗ്രാം ആകുമ്പോൾ ഒരുപാട് കുട്ടികളെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. മാക്സിമം 20 പിള്ളേരെയാണ് നമ്മൾ ഒരു ബാച്ചിൽ ഉദ്ദേശിക്കുന്നത്. അതിൽ കൂടുതൽ കുട്ടികൾ മുന്നോട്ട് വരുന്ന പക്ഷം നമുക്ക് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ടീച്ചർമാരുടെ പ്രോഗ്രാമിൽ ഇവരെ കണക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു നല്ലൊരു സംരംഭമാണ്. ഇൻ്റർനാഷണൽ ലെവലിൽ ഇസ്കോൺ ഒരുപാട് ക്ലാസ്സുകൾ, ഭക്തിശാസ്ത്രി, ഭക്തി വൈഭവ അടക്കമുള്ള ക്ലാസ്സുകൾ, വലിയ വലിയ വൈഷ്ണവരുടെ ഗംഭീര പ്രോഗ്രാമുകൾ എല്ലാം ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും കൂടെ നല്ല രീതിയിൽ പ്രീച്ചിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേർക്കും കൂടെ ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ 1 വർഷത്തെ അനുഭവ ജ്ഞാനം കൊണ്ട് പറയുകയാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് ബിസി ഷെഡ്യൂളിലുള്ള ഗൃഹസ്ഥന്മാർക്ക് വളരെ ഉപകാരപ്രദമാണ്. എല്ലാ വീടുകളിലും ഹരികഥ ഡെയിലി കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഈ സൂം പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് പിള്ളേരുടെ പ്രോഗ്രാമിനും കൂടെ തീർച്ചയായിട്ടും നമുക്ക് വിനിയോഗിക്കാമെന്ന് ഒരുപാട് ഭക്തന്മാർ മുന്നോട്ട് വന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് നമ്മളിത് തുടങ്ങുന്നത്. ഈ 2 ആഴ്ചകളിലൂടെ ആ 2 LPയും UPയും കൂടെ സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുറ്റുവട്ടത്തിലും നമ്മുടെ സ്വന്തം മക്കളെയും ഈ പ്രോഗ്രാമുകളിൽ വിട്ട് ഈ പ്രോഗ്രാം സക്സസ് ആക്കി അവരുടെ ഭാവിക്കും ഒരു റെഗുലർ പ്രോഗ്രാമിൽ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഓരോ പാരൻസിൻ്റെയും ചുമതലയാണല്ലോ. അതുകൊണ്ട് ഈ അവസരം ദയവായി പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ കൂടെ മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പറഞ്ഞുകൊള്ളട്ടെ. മഹാഭാരതം ഓൺലൈൻ ക്ലാസ് വേണമെന്ന് പലരും ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിസ് ഗ്രേസ് അകിഞ്ചന മാധവദാസ് പ്രഭു മഹാഭാരതം സീരീസ് പരമ്പര എടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ ക്ലാസ് വരുന്ന വ്യാഴാഴ്ച വൈകുന്നേരം 6 മുതൽ 6:45 വരെയാണ്. അതിനുശേഷം എല്ലാ ചൊവ്വാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് 6 മുതൽ 6:45 വരെ വൈകുന്നേര സമയങ്ങളിൽ അദ്ദേഹം ഡേറ്റ് തന്നിരിക്കുന്നത്. ആഴ്ചയ്ക്ക് 2 ക്ലാസ്സാണ് അദ്ദേഹം സമയം തന്നിരിക്കുന്നത്. ഈ പ്രോഗ്രാമുകളും കൂടെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ.